ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണത് ടൊയോട്ടൻ്റെ 2 ഇന്നോവ ക്രിസ്റ്റയാണ്. 7 സീറ്റ് വാഹനങ്ങളാണ് രണ്ടും. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടികളാണ്. ഓട്ടോമാറ്റിക് വണ്ടിയുണ്ട്, അതുപോലെ തന്നെ മാനുവൽ വണ്ടിയുണ്ട്. രണ്ട് വണ്ടിയും നമ്പറായ വണ്ടികളാണ്. അതർ രജിസ്ട്രേഷനിൽ കേരളത്തിൽ നമ്പറായ വണ്ടികളാണ്. വേറെ മേജർ ആക്സിഡൻ്റ് ഒന്നും ഇല്ലാത്ത അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയുള്ള വണ്ടികളാണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10 കിലോമീറ്ററും മാനുവൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 12 കിലോമീറ്റർ വരെയൊക്കെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ബാക്കി മൊത്തമായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വരുന്ന വണ്ടി 2017 മോഡലാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 2,37,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. കമ്പനി സർവീസൊക്കെ വരുന്ന വണ്ടിയാണ്. വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത് G4 ആണ്. G4 മാനുവലാണ്. KL 71 നിലമ്പൂർ രജിസ്ട്രേഷനിലാണ് വണ്ടി നിലവിലുള്ളത്. 2.4 ആണ് വണ്ടീൻ്റെ എൻജിൻ CC വരിക. ഇൻ്റർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുണ്ട്. പുതിയ സീറ്റ് കവറൊക്കെ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടി G4 ആയതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് വരും. ഫോർട്ടർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സെൻട്രൽ ലോക്ക്, 2 എയർ ബാഗ്, ABS, സെൻട്രൽ AC, അതുപോലെ തന്നെ അലോയ് വീൽ, ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരും. 2.4 ആയതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 12 കിലോമീറ്റർ വരെയൊക്കെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 13 ലക്ഷം രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 12 ലക്ഷം വരെയൊക്കെ വണ്ടിക്ക് ലോൺ ചെയ്യാൻ പറ്റും. 1 ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഇറക്കിയിട്ട് ഇറക്കാൻ പറ്റിയ ക്രിസ്റ്റയാണ്. അടുത്ത വണ്ടി വരുന്നത് ഓട്ടോമാറ്റിക് ക്രിസ്റ്റയാണ്. 2017 മോഡൽ വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 2 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. വണ്ടിയാണ്. G4 ആണ്. 2.8 ആണ് വണ്ടീൻ്റെ എൻജിൻ CC വരിക. അത്യാവശ്യം നല്ല പവറുള്ള എൻജിനാണ് വണ്ടിക്ക് വരിക. KL 57 കൊടുവള്ളി രജിസ്ട്രേഷനിലാണ് വണ്ടി നമ്പറായിട്ടുള്ളത്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വണ്ടി. കൂളിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻ്റർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ സീറ്റ് കവറൊക്കെ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. 8 സീറ്റാണ് വണ്ടി. G4 തന്നെയാണ് വരുന്നത്. G4 ആയതുകൊണ്ട് തന്നെ സെയിം ഫീച്ചേഴ്സാണ് വണ്ടിക്ക് വരിക. എയർ ബാഗ്, ABS, ഫോർട്ടർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, അത്തരത്തിലുള്ള ബേസിക്കായുള്ള എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് വരുന്നുണ്ട്. ടയർ ബാഗൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറുണ്ട്. അലോയ് വീൽ കമ്പനി കൊടുക്കുന്ന അലോയ് വീൽ തന്നെ വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 13,80,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 12 ലക്ഷം വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക് ക്രിസ്റ്റ ഉണ്ട്, അതുപോലെ തന്നെ മാനുവൽ ക്രിസ്റ്റ ഉണ്ട്. അപ്പോൾ നിലവിൽ 2 വണ്ടി നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ബാക്കി മൊത്തമായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്. രാമനാട്ടുകര അടുത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ അടുത്താണ്. അപ്പോൾ ഇത്തരത്തിൽ ആരെങ്കിലും ഓട്ടോമാറ്റിക്കോ അതുപോലെ തന്നെ മാനുവലൊക്കെ ക്രിസ്റ്റ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ ഓർക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് രണ്ടും.